ഐവൈസിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷിൽ ഒരു പ്രോവേർബ് ഉണ്ട്, ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്സ്. ഈ കുരയ്ക്കുന്ന പട്ടിയുണ്ടല്ലോ, കടിക്കാനുള്ള അവസരം വരുമ്പം അതങ്ങ് പാഴാക്കി കളയും, എന്നിട്ട് മാളത്തിൽ പോയി ഒളിച്ചിരിക്കും എന്നുള്ള കാര്യമേ. അതുപോലെ തന്നെ ഹിന്ദിയിലും ഒരു പ്രോവേർബ് ഉണ്ട്, ജോ ഗരസ്ത ഹേ വോ ബറസ്ത നെഹി. ഭയങ്കര ശബ്ദമൊക്കെ ഉണ്ടാക്കും, പക്ഷെ മഴ പെയ്യത്തില്ല എന്നുള്ള കാര്യം. അത് അനുവർത്തമാക്കുന്ന എന്തുവാണെന്നറിയാവോ? നമ്മുടെ ട്രംപ് സാറ് 1.5 മാസമായി പ്രസിഡൻഷിപ്പ് കയറിയിട്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ആശാനങ്ങ് ഭയങ്കരമായിട്ട് ടാരിഫ്, ഇവൻ്റെ മേളിൽ ടാരിഫ് ഇടും, ഇവൻ്റെ മേളിൽ ടാരിഫ് ഇടും, കാനഡയുടെ മുകളിൽ ടാരിഫ്, മെക്സിക്കോ, ചൈന, അങ്ങനെയൊക്കെ ടാരിഫ് എന്ന് പറഞ്ഞ് അങ്ങ് നടക്കുകയാണ്. പക്ഷേ കാനഡയുടെ മുകളിൽ ടാരിഫ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കാനഡ ഒരു പണി ചെയ്തു. പിന്നെ ഇമ്മീഡിയറ്റ്ലി ട്രംപ് സാർ അങ്ങ് പോസ് ചെയ്തു ടാരിഫ്. മെക്സിക്കോയിൽ നിന്നും അങ്ങ് പോസ് ചെയ്തു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഓട്ടോമൊബൈൽ കമ്പനീസ് ഉണ്ടല്ലോ, ഫോർഡ്, ജനറൽ മോട്ടോഴ്സ്, അങ്ങനെയൊക്കെയുള്ള കമ്പനീസ്, അവരും ട്രംപ് സാറിനോട് പറഞ്ഞു ഇത് അക്സെപ്റ്റബിൾ അല്ല, ഇങ്ങനെ പരിപാടി ചെയ്യരുതെന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി അങ്ങ് പിൻവാങ്ങി, ഈ ഛർദ്ദിച്ചത് തന്നെ അങ്ങ് വിഴുങ്ങി. ഇപ്പം അങ്ങനത്തെ ഒരു ഗതികേടിപ്പെട്ടിരിക്കുകയാണ് ആശാൻ ട്രംപ്. നമുക്കതിനെപ്പറ്റി ഒന്നും അറിയണ്ടേ, എന്തൊക്കെ പറ്റിയെന്നുള്ള കാര്യം? ലെറ്റ്സ് സ്റ്റാർട്ട് ഇറ്റ്. The United States launched a trade war against Canada, their closest partner and ally, their closest friend. At the same time, they're talking about working positively with Russia, appeasing Vladimir Putin, a lying, murderous dictator. Make that make sense. Canadians are reasonable and we are polite, but we will not back down from a fight. Not when our country and the well-being of everyone in it is at stake. അപ്പോൾ കാനഡിയൻ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞതെല്ലാം നമ്മൾ കേട്ടല്ലോ. ട്രേഡ് വാർ തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റിൻ ട്രൂഡോ മിക്കവാറും 1-2 ആഴ്ചയും കൂടെ പ്രൈം മിനിസ്റ്ററായിട്ട് തുടരത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ തന്നെ വേറെ ഒരാൾ പ്രൈം മിനിസ്റ്റർ ആകും. പക്ഷേ പോക്ക് ഇതൊക്കെ തന്നെ ആയിരിക്കും. എന്നാലും നമുക്കൊന്ന് വിശകലനം ചെയ്യാം, കാനഡ എങ്ങനെ ഇതിന് എതിരായിട്ട് വരുമെന്നുള്ള കാര്യം. ബിക്കോസ് ചൈന, ജപ്പാൻ, സൗത്ത് കൊറിയ, ഈ 3 കൺട്രീസുമായിട്ട് അമേരിക്കയ്ക്ക് നടത്തുന്ന ഒരു ട്രേഡ് ഉണ്ടല്ലോ, അത് കമ്പൈൻ ചെയ്ത് ആ എമൗണ്ട് വരുമല്ലോ, അതിൽ കൂടുതലുണ്ട് അമേരിക്ക കാനഡ ക്രോസ് ബോർഡർ ട്രേഡ്. അവർ ഏകദേശം 5000 കിലോമീറ്റർ ബൗണ്ടറി അല്ലെങ്കിൽ ബോർഡർ ഷെയർ ചെയ്യുന്ന കൺട്രീസാണ്. അന്നേരം പല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അവർ ട്രേഡ് ചെയ്യും. ഇപ്പം ട്രംപ് പിൻവലിച്ചല്ലോ ഈ ടാരിഫ് പിൻവലിക്കാൻ കാരണം എന്താണെന്നറിയാമോ? ഓട്ടോമൊബൈൽ കമ്പനീസ് അല്ലെങ്കിൽ ഈ കാർസ്, ട്രക്സ്, ഇങ്ങനെയൊക്കെയുള്ള കമ്പനീസ് ട്രംപിൻ്റെ മുകളിൽ ഭയങ്കരമായിട്ട് പ്രഷർ ഇട്ടു. ആ പ്രഷർ നിമിത്തമാണ് ട്രംപ് പിൻവലിച്ചത്. ട്രംപ് ഒരു കാര്യം ചെയ്യുന്നില്ല, അതെന്തോന്നറിയാമോ? ഇങ്ങനെ അങ്ങ് ടാരിഫ് ആരോടും ചോദിക്കാതെ കൊണ്ടങ്ങ് അടിച്ചേൽപ്പിക്കുകയാണ്. അന്നേരം ട്രംപിൻ്റെ വീട്ടുകാർക്ക് തന്നെയാണ് സത്യമായിട്ടും പ്രശ്നം വരുന്നത്. നമ്മളിപ്പോൾ അമേരിക്കയുടെ ഒരു മാപ്പ് എടുത്ത് നോക്കുക. അന്നേരം ഈ മാപ്പ് നിങ്ങളൊന്ന് ശ്രദ്ധ വെച്ച് നോക്കുക. ഈ മാപ്പിനകത്ത് നമുക്ക് 2 അറ്റത്തും ബ്ലൂ സ്റ്റേറ്റ്സ് കാണാൻ കിട്ടും. നടുഭാഗം എല്ലാം റെഡ് സ്റ്റേറ്റ്സ് ആണ് എണ്ണത്തിൽ കൂടുതൽ, പക്ഷേ പോപ്പുലേഷൻ കൂടുതലും ഇരിക്കുന്നത് ബ്ലൂ സ്റ്റേറ്റ്സിൽ. അതുകൊണ്ടാണ് ഈ ചിലപ്പോഴൊക്കെ ഡെമോക്രാറ്റ്സ് പവറിൽ വരുന്നത്, ചിലപ്പം റിപ്പബ്ലിക്കൻസ് പവറിൽ വരുന്നത്. ഈ ആൾക്കാരുടെ സ്വഭാവം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റിപ്പബ്ലിക്കൻ സ്റ്റേറ്റ്സിൽ കൂടുതലും കൺസർവേറ്റീവായിട്ടുള്ള ആൾക്കാരാണ്. രണ്ടാമത് ഈ ഡെമോക്രാറ്റ്സിൻ്റെ സൈഡിലുള്ള ബ്ലൂ സ്റ്റേറ്റ്സിലൊക്കെ ഇച്ചിരൂടും ലിബറൽ ടൈപ്പ് ആൾക്കാരാണ്. അതാണ് ആൾക്കാരുടെ ഒരു സ്വഭാവത്തിൻ്റെ വിശേഷത. പിന്നെ ഇൻഡസ്ട്രിയലൈസ്ഡ് ആണ് ഈ ബ്ലൂ സ്റ്റേറ്റ്സ് കൂടുതലും. റെഡ് സ്റ്റേറ്റ്സ് കൂടുതലും ആഗ്രോ ഫാമിങ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ മെഷീനറി, ആ കാര്യങ്ങൾക്ക് വേണ്ടി മുൻതൂക്കം കൊടുക്കുന്ന സ്റ്റേറ്റ്സ് ആണ്. അന്നേരം ട്രംപിൻ്റെ ബേസ് ഈ റെഡ് സ്റ്റേറ്റ്സ് ആണ്, കൂടുതലും ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രിയാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അന്നേരം ഈ അഗ്രികൾച്ചറിന് വേണ്ടി ട്രംപ് എന്താണാവോ ചെയ്തത്? ഈ ടാരിഫ് നിമിത്തം കാനഡയിൽ നിന്ന് ഫെർട്ടിലൈസർ ധാരാളം അമേരിക്കയെ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അമേരിക്കയിൽ വലിയതായിട്ട് ആ പറ്റിയ ഫെർട്ടിലൈസർ ഒന്നും അവർ നിർമ്മിക്കുന്നില്ല, അവർക്ക് ആവശ്യമില്ല, കാനഡയിൽ നിന്ന് കൊണ്ടുവരുന്നതുകൊണ്ടായിരിക്കും. അന്നേരം
ഇപ്പോൾ കാനഡയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഫെർട്ടിലൈസറിനെല്ലാം 25% വില കൂട്ടിക്കഴിയുമ്പോഴത്തേക്ക് ടാരിഫ് ഇട്ടിട്ട് അത് ഈ ഫാർമേഴ്സിന് തന്നെ ഇല്ലേ 2 അടി കിട്ടുന്നത്. ഈ ഫാർമേഴ്സ് അല്ലേ കൂടുതൽ കാശ് കൊടുക്കേണ്ടത്. $100 മേടിക്കുന്ന കുറേ വളം അല്ലെങ്കിൽ ഫെർട്ടിലൈസർ അത് ഇപ്പം 125 വാങ്ങേണ്ടി വരുന്നു. അത് ഫാർമേഴ്സിന് നല്ല പണി കിട്ടുകയാണ്. രണ്ടാമത് ഈ അമേരിക്കയും ചൈനയുമായിട്ടുള്ള ട്രേഡിനകത്ത് നിങ്ങൾ ലിസ്റ്റ് നോക്കണം. അതിന് കൂടുതലും അമേരിക്കയിൽ നിന്ന് ചൈനയിലോട്ട് പോകുന്നത് സോയാബീൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള അഗ്രോ മെഷീനറീസും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ പോകുന്നത്. പിന്നെ ഇൻറ്റിഗ്രേറ്റഡ് സർക്യൂട്ട് ബോർഡ്സും അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ബിഗ് ചങ്ക് ഈ സോയാബീൻസ് ആൻഡ് സോയാബീൻസ് ഓയിലാണ് അമേരിക്കയിൽ നിന്ന് ചൈനയിലേക്ക് പോകുന്നത്. അന്നേരം ചൈന ഇപ്പം ടാരിഫ് കൂട്ടുകയാണ് അമേരിക്കയുടെ ടാരിഫിൻ്റെ റെസിപ്രോക്കലായിട്ട്. അന്നേരം ഇത് ആർക്കാണ് അടി കിട്ടുന്നത്? ഇത് ഈ ഫാർമേഴ്സിനാണ് അടി കിട്ടുന്നത്. ട്രംപിന് വോട്ട് കൊടുക്കുന്നവൻ വിചാരിച്ചില്ലായിരുന്നു ട്രംപ് തന്നെ അവൻ്റെ പള്ളക്കിട്ട് 2 എണ്ണം തരുമെന്നുള്ള കാര്യം. അങ്ങനെ ഈ മിഡിൽ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ മിഡ് വെസ്റ്റ് സ്റ്റേറ്റ്സ് എന്നൊക്കെയാണ് പറയുന്നത്, ഇവിടെ ഭയങ്കരമായിട്ട് പ്രൊട്ടസ്റ്റും ഒക്കെ നടക്കുന്നുണ്ട്. ട്രംപ് ഈ പണി ചെയ്യരുതായിരുന്നു, അതുകൊണ്ട് ട്രംപിന് എഗെയിൻസ്റ്റായിട്ട് അയോവയിലൊക്കെ ഭയങ്കര പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അത് ഒരു ഭാഗം. പിന്നെ കാനഡയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വേറെ ഒരു കാര്യമുണ്ട്, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ്. ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഉള്ള ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഹെവി ക്രൂഡ് ഓയിലാണ് അമേരിക്കയിൽ അവർ ഈ റിഫൈൻ ചെയ്യുന്നത്. അന്നേരം ഈ ഹെവി ക്രൂഡ് ഓയിൽ കാനഡയിൽ നിന്ന് വരണം എന്നെങ്കിലും റിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അന്നേരം ഈ ഹെവി ക്രൂഡ് ഓയിൽ അമേരിക്കയിൽ വരുമ്പോഴത്തേക്ക് അതിന് 25% വില കൂടും. ഇപ്പോൾ അത് ആ ഇമ്പോർട്ടേഴ്സാണ് നിശ്ചയിക്കേണ്ടത് ഏതാ വില കൂടുതൽ. ഇപ്പം ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൊടുത്തിട്ട് അവിടുന്ന് സൗദിയിൽ നിന്നും ഇറാഖിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നതാണോ ലാഭം, അതോ കാനഡയിൽ നിന്ന് ഈ ടാരിഫ് കൊടുത്തിട്ട് കൊണ്ടുവരുന്നതാണോ ലാഭം? പക്ഷേ എന്തായാലും അത് 2 കൺട്രീസിനും അത് അത്ര ശരിയായിട്ട് വരുന്നില്ല. പിന്നെ നാച്ചുറൽ ഗ്യാസ് ഉണ്ടല്ലോ, അമേരിക്കയിലൊക്കെ ഈ തണുപ്പ് കൂടി കഴിയുമ്പോഴത്തേക്ക്, ഈവൻ കാനഡയിലും മറ്റു രാജ്യങ്ങളിലെല്ലാം ഗ്യാസാണ് അവർ യൂസ് ചെയ്യുന്നത് ഈ ടെമ്പറേച്ചർ കീപ്പപ്പ് ചെയ്യാനായിട്ട്. ഇപ്പം നമ്മുടെ റഷ്യയിൽ നിന്ന് ഗ്യാസ് യൂറോപ്പിലോട്ട് കൊണ്ടുപോകത്തില്ലായിരുന്നു. അന്നേരം അതിന് വരെ 25% കൂടി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ പേയ്മെൻറ്റ് ആരാണ് നടത്തുന്നത്? അമേരിക്കൻ ഉപഭോക്താക്കളാണ് നടത്തുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ആ കിടപ്പ്. ഇപ്പോൾ എങ്ങനെയാണ് ഈ യൂഷ്വലി ഒരു ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് കാനഡയിൽ നിന്ന് അമേരിക്കയിലോട്ട് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം അത് പോർട്ട് ഓഫ് എൻട്രി വരും. പോർട്ട് ഓഫ് എൻട്രിയിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഈ ടാരിഫ്സ് അവിടെ തന്നെ കൊടുക്കണം. പോർട്ട് ഓഫ് എൻട്രി ഗവൺമെൻറ് ഓഫ് അമേരിക്കയ്ക്ക് കൊടുക്കും, ഗവൺമെൻറ് ഓഫ് US കൊടുത്തിട്ട് പിന്നെയാണ് ഗുഡ്സ് അമേരിക്കയ്ക്ക് ഉള്ളിലോട്ട് വരുന്നത്. അതായത് ഇത് ഫൈനലി കൊടുക്കുന്ന ആരാണ്? ഇമ്പോർട്ടർ കൊടുക്കും. ഇപ്പോൾ $1 മില്യൺ ഒരു കൺസൈൻമെൻറ്റ് വന്നു കഴിയുമ്പോഴത്തേക്ക് അത് 1.25 മില്യൺ ആയി മാറുന്നുണ്ട് ബോർഡർ ക്രോസ് ചെയ്യുമ്പം. അന്നേരം അമേരിക്കയിലിരിക്കുന്ന കൺസ്യൂമറാണ് ഫൈനലി ആ 1.25 പ്ലസ് ലാഭം, ദ പ്രോഫിറ്റ് ഓഫ് ദ ഇമ്പോർട്ടർ അങ്ങനെ കൊടുക്കേണ്ടത്. അന്നേരം അമേരിക്കയിൽ തന്നെ ഇത് ഇങ്ങനെ സാധനങ്ങൾക്കൊക്കെ വില കൂടി വരുമ്പോഴത്തേക്ക് എന്തുവാണ് നടക്കുന്നതെന്ന് അറിയാമോ? ഇൻഫ്ലേഷൻ അങ്ങ് കൂടും. ട്രംപ് ഒരു വാശിപ്പുറത്ത് ഇങ്ങനെയൊക്കെ അങ്ങ് പറയുകയാണ്, ട്രേഡ് വാർ തുടങ്ങുകയാണ്, മനുഷ്യരുമായിട്ടൊക്കെ അങ്ങ് വഴക്കിട്ട് നടക്കുകയാണ്. പക്ഷേ പ്രശ്നം വരുന്നത് അമേരിക്കയ്ക്കാണ്. അമേരിക്കൻ TV സ്റ്റേഷൻസിൽ നോക്കി ഇവൻ ഈ ട്രംപിന് അവിടുത്തെ ഒരു ഗോതി മീഡിയ ടൈപ്പുണ്ട്, ഫോക്സ് ന്യൂസ് എന്നൊക്കെ പറയുന്നത്. അവർ പോലും ഇപ്പം കൈ ഒഴിയുകയാണ്. അവർക്ക് പോലും ട്രംപിനെ സപ്പോർട്ട് ചെയ്യാൻ വയ്യാത്ത രീതിയിലുള്ള പരിപാടികളാണ് നടത്തുന്നത്. പിന്നെ അതിനകത്ത് വേറെ ഒരു സെക്ടറുണ്ട്, ഓട്ടോമൊബൈൽ സെക്ടർസ്. ഓട്ടോമൊബൈൽ സെക്ടറിനകത്ത് എന്ത് പറ്റുന്നതെന്നറിയാമോ? ഈ ഫോർഡ്, GM ഇങ്ങനെയൊക്കെയുള്ള കമ്പനീസുണ്ട്, വലിയ ഭീമൻ കമ്പനീസാണ് കേട്ടോ. അവർ ഈ അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമാണ് അവരുടെ അസംബ്ലി ലൈൻസ്. ചില സാധനങ്ങൾ കാനഡയിൽ നിന്ന് വരണം അമേരിക്കയിലേക്ക്, ചില സാധനം മെക്സിക്കോയിൽ നിന്ന് വരണം അമേരിക്കയിലേക്ക്, അല്ലെങ്കിൽ ചില സാധനം അമേരിക്കയിൽ നിന്ന് കാനഡയിലോട്ടോ മെക്സിക്കോയിലോട്ടോ പോകണം. അങ്ങനെ അസംബ്ലി ലൈൻസ് പലതുണ്ട്. അവിടെ മാനുഫാക്ചർ ചെയ്തിട്ടാണ് പിന്നെ ഫൈനലി അമേരിക്കയിൽ പോകുന്നത്. അന്നേരം ഒരു കാറ് മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ കുറേ പാർട്സ് ആദ്യം ഇങ്ങോട്ട് വരും, കുറേ പാർട്സ് ഇവിടുന്ന് അങ്ങോട്ട് പോകും. അങ്ങനെയൊക്കെ ചില ക്രോസ് ബോർഡർ ട്രേഡിങ്സ് നടക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ എല്ലാം ഫ്രീ ട്രേഡ് ആയിരുന്നു. പക്ഷേ ഇപ്പം ഫ്രീ ട്രേഡ് അല്ല, ഇപ്പം 25% വരുന്നു. അതിന് ഒരു കാറ് അമേരിക്കയിലെ ഡോഡ്ജ് റാം എന്ന് പറഞ്ഞ ഒരു വലിയൊരു ട്രക്ക് ടൈപ്പ് കാറാണ്. നിങ്ങൾ ഈ പടത്തിൽ കാണുന്ന പോലെ തന്നെ ട്രക്ക് ടൈപ്പ് കാറാണ്. അതിന് ഇപ്പോൾ അമേരിക്കയിലെ മാർക്കറ്റ് റേറ്റ്
$80,000. പക്ഷേ ട്രംപ് ഈ ഏർപ്പാട് ചെയ്ത് കഴിയുമ്പോൾ ഇത് $1,00,000 മുകളിലോട്ട് പോകുന്നുണ്ട്. അത് അമേരിക്കയിലെ ഓട്ടോമൊബൈൽ സെക്ടറിനൊക്കെ ഭയങ്കര അടിയാണ്. അന്നേരം ഈ ഫാർമേഴ്സിനെ ഒന്നും വോട്ട് പിടിക്കാനല്ലാതെ ട്രംപിന് സത്യമായിട്ടും ആവശ്യമില്ല. ട്രംപ് ഈസ് ബേസിക്കലി എ ബിസിനസ് മാൻ. നമുക്ക് എല്ലാവർക്കും അറിയാം. വോട്ട് പിടിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തോട് ക്ലോസ് ആയിട്ടുള്ള കുറേ ടോപ്പിക്സ് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വോട്ട് മേടിക്കുക. അത് ഇന്ത്യയിലും അങ്ങനെയൊക്കെ തന്നെ ഇല്ലേ? ഈ നമ്മുടെ ഈ ഇന്ത്യൻ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് നിൻ്റെ മംഗൾസൂത്രം എടുത്തുകൊണ്ട് പോകും. പിന്നെ അന്നേരം മതവും ജാതിയും ഒക്കെ കയറി വരും. അതുപോലെ തന്നെ അമേരിക്കയിലും മതവും ജാതി വലിയതായിട്ടില്ല, മതമുണ്ട് കേട്ടോ. അവിടെ ഈ പ്രൊട്ടസ്റ്റൻ്റ് ക്രിസ്ത്യാനിറ്റിയുടെ എക്സ്ട്രീമിസ്റ്റ് ഉണ്ട്, പിന്നെ ലിബറൽസ് ഉണ്ട്. ഈ ട്രംപിൻ്റെ കൂടുതലും ഈ കൺസർവേറ്റീവ്സാണ്, ഇച്ചിരൂടും റൈറ്റ് വിങ് ആൾക്കാരാണ്. അവരെയാണ് ട്രംപ് പിടിച്ചിട്ട് വോട്ടെടുത്തത്. അതുപോലെ തന്നെയല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത വോട്ടിന് മതി നിങ്ങളുടെ ആവശ്യം. അന്നേരം പക്ഷേ ഈ ഫാർമേഴ്സിൻ്റെ വലുതായിട്ട് കെയർ ചെയ്തില്ലെങ്കിലും ഓട്ടോമൊബൈൽ സെക്ടറിനെ കെയർ ചെയ്യേണ്ടി വരും. അവർ ട്രംപിന് നല്ലപോലെ കാശ് കൊടുക്കുന്ന പാർട്ടീസാണ്. ഇലോൺ മസ്ക് പോലെ. ഇലോൺ മസ്കും ഓട്ടോമൊബൈൽ സെക്ടറിൽ പെടുന്നതാണ് ടെസ്ലയുടെ പണി എന്താണെന്നറിയാവോ? ടെസ്ലയ്ക്കെതിരായിട്ട് കാനഡ 25% ടാരിഫ്സ് ഏർപ്പെടുത്തിയിരിക്കുന്നു. അങ്ങോട്ട് വന്നു കഴിഞ്ഞാലും ഞങ്ങൾ അങ്ങനെ തന്നെ തരും. അന്നേരം ടെസ്ലയ്ക്ക് ഇപ്പം 25% ആണോ അതിൽ കൂടുതലുണ്ടെന്നും അറിയത്തില്ല. ഞാനൊരു ന്യൂസിനകത്ത് കണ്ടായിരുന്നു, എക്സ്ട്രാ ഒരു $40,000 കൊടുത്ത കാറിന് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് 80,000 വരെ ആവും ചില മോഡൽസിന്. അതേ രീതിയിൽ ബിക്കോസ് കാനഡിയൻസും നല്ല സ്മാർട്ടാണ്. ഈ എലോൺ മസ്കിന് 2 ഇടി കിട്ടുമ്പോഴേ അവർക്കറിയാം അന്നേരം ഡൊണാൾഡ് ട്രംപ് കറക്റ്റായിട്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്യത്തുള്ളൂ എന്നുള്ള കാര്യം. അന്നേരം ഓട്ടോമൊബൈൽ സെക്ടറിൽ ഭയങ്കരമായിട്ട് പ്രശ്നം വന്നിരിക്കുകയാണ്. ഓട്ടോമൊബൈൽ സെക്ടറിൻ്റെ സ്റ്റോക്സ് മാർച്ച് 4 നല്ലപോലെ ഇടിഞ്ഞു. അന്നേരം അവരെല്ലാം കമ്പനിക്കാരെല്ലാം ചെന്നിട്ട് നമ്മുടെ ട്രംപ് സാറിനോട് പറഞ്ഞു, സാറേ ഈ പണി പറ്റത്തില്ലല്ലോ, നമുക്ക് ഇച്ചിരി അളവൊക്കെ വേണമല്ലോ. അന്നേരം ട്രംപ് പറഞ്ഞു, ശരി ഞാൻ ഒരു പോസ് നൽകാമെന്ന് പറഞ്ഞു, 1 മാസത്തെ എക്സ്ട്രാ പോസ്. ആ പോസിൻ്റെ ശബ്ദം കേട്ടപ്പോഴേ സ്റ്റോക്ക് മാർക്കറ്റ് പിന്നെയും പൊങ്ങിപ്പോയി. അതിൻ്റെ അർത്ഥം ദ സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് ദ മാർക്കറ്റ്സ് ആർ നോട്ട് ഹാപ്പി. ട്രംപിൻ്റെ ഈ ടാരിഫ് വാറുമായിട്ട് മറ്റ് സ്റ്റോക്ക് മാർക്കറ്റ്സ് ആരും സന്തോഷിക്കുന്നില്ല. ദേ ആർ അൺഹാപ്പി വിത്ത് ഇറ്റ്. അപ്പോൾ തൽക്കാലം ഓട്ടോമൊബൈൽ ലോബിയുടെ നിർദ്ദേശം അനുസരിച്ച് ട്രംപ് 1 മാസത്തെ പോസ് കൊടുത്തിട്ടുണ്ട്. ആ പോസ് പലരും പറയുന്നത് അതൊരു ഇൻഡെഫിനൈറ്റ് പോസായിട്ട് മാറുവാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്നറിയാമോ? ഈ കാനഡയിലും മെക്സിക്കോയിലും ഇരിക്കുന്ന ഫാക്ടറീസിനെയൊക്കെ റീലൊക്കേറ്റ് ചെയ്ത് അമേരിക്കയിൽ കൊണ്ടുവരണമെങ്കിൽ തന്നെ കുറേ വർഷങ്ങളെടുക്കും. അതുതന്നെയല്ല, കാനഡയിലും മെക്സിക്കോയിലും ചൈനയിലും ഒക്കെ പോയി നിർമ്മിക്കുന്നുണ്ടല്ലോ. ഇവൻ ടെസ്ല പോലും ചൈനയിലല്ലേ പോയി നിർമ്മിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? ലോവർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അന്നേരം ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു വസ്തു പ്രൊഡ്യൂസ് ചെയ്യുവാനായിട്ട് കോസ്റ്റ് കുറവുള്ള സ്ഥലത്തോട്ടല്ലേ ഒരു കമ്പനി തുടങ്ങിയാലും അങ്ങോട്ട് പോകുന്നത്. അതുപോലെ തന്നെ പോയെന്നേ ഉള്ളൂ. ഇപ്പോൾ അവർ തിരിച്ചു വരണമെങ്കിൽ അല്ലെങ്കിൽ തിരിച്ച് വരുമ്പോൾ ഇവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഹൈ ആകും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഹൈ ആയി കഴിഞ്ഞാൽ എൻഡ് റിസൾട്ട് എന്തുവാണ്? അമേരിക്കയുടെ എല്ലാ സാധനങ്ങൾക്കും വില കൂടും. അമേരിക്കയുടെ എല്ലാ സാധനങ്ങൾക്കും വില കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ പോലുള്ള നാട്ടിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ആരും മേടിക്കാനില്ല. അങ്ങേയറ്റത്തെ വിലക്കൊക്കെ ആരാ മേടിക്കാൻ പറ്റുന്നത്? അതൊക്കെ നാച്ചുറലായിട്ടുള്ള ഒരു ഫ്ലോ ഓഫ് ഇവൻറ്റ്സ് ആണ്. ഇപ്പോൾ നമുക്കൊന്ന് മാറി ചിന്തിക്കാം. വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഫുഡ് സെക്ടർ. അമേരിക്കയിലെ കൺസ്യൂം ചെയ്യുന്നതിൻ്റെ പ്രൊഡ്യൂസിൻ്റെ 60% മെക്സിക്കോയിൽ നിന്നാണ് വരുന്നത്. 60%. ഈ ഫ്രൂട്ട്സും മിൽക്കും അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ഭക്ഷണ സാധനങ്ങൾ, അതെല്ലാം വരുന്നത് മെക്സിക്കോയിൽ നിന്നാണ്. 60%. അന്നേരം ഈ 60%ൻ്റെ മുകളിൽ 25% കൂടെ തന്നെ അടിച്ച് ഏൽപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്താകും പണി? നിങ്ങളൊന്ന് വിചാരിച്ച് നോക്കുക. എഗെയിൻ അത് ഇൻഫ്ലേഷൻ വർദ്ധിപ്പിക്കുകയാണ്. വസ്തുക്കൾക്ക്, സാധനങ്ങൾക്ക് എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ട്രംപ് ചേട്ടൻ ചെയ്യുന്ന കാര്യം ശരിയാണോ? അത് ഒരു വിധത്തിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ അതൊരു മഹാമണ്ടത്തരമല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് വിശകലനം ചെയ്തിട്ട് ഒന്ന് പറഞ്ഞാട്ടെ. നമുക്കിപ്പം വേറെ ഒരു സെക്ടറിനെ കുറിച്ച് ചിന്തിക്കാം. ഇലക്ട്രിസിറ്റി. കാനഡ അമേരിക്കയിലേക്ക് ധാരാളം ഇലക്ട്രിസിറ്റി വരെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അന്നേരം കാനഡയുടെ ഒണ്ടാരിയോ സ്റ്റേറ്റ് ഉണ്ട്. ഒണ്ടാരിയോ സ്റ്റേറ്റിൽ നിന്ന് ന്യൂയോർക്ക്, മിനസോട്ട, മിഷിഗൻ, ഇങ്ങനെ 3 സ്റ്റേറ്റിലേക്ക് അവർ ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്നുണ്ട്. എത്രയോ വീടുകളാണ്
1.5 മില്യൺ ഹൗസസ് എങ്ങാണ്ടാണ് അവർ ഇലക്ട്രിസിറ്റി കൊടുക്കുന്നത്. അന്നേരം ഈ കാനഡയിലെ ഒണ്ടാരിയോ സ്റ്റേറ്റിൻ്റെ ഗവർണർ പറഞ്ഞിരിക്കുന്നത്, ഞാനും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ്, ഇലക്ട്രിസിറ്റി ഇനി ഇവിടുന്ന് പോകുന്നതെല്ലാം 15-25% എക്സ്പോർട്ട് ടാരിഫ് ഇട്ടിട്ട് ഞാനങ്ങ് കൊടുക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇപ്പം ന്യൂയോർക്കിലിരിക്കുന്ന ഒരാൾക്ക് ഒരു മാസം $100 ഒരു ബില്ല് വരികയാണ്, ഇലക്ട്രിസിറ്റി ബില്ല്. അത് പിറ്റേ മാസം തൊട്ട് അത് 125 മാറി. ട്രംപ് സാർ കാണിച്ച പണിയേ. അന്നേരം ഇത് ട്രേഡ് വാർ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും ലാഭമില്ല, നഷ്ടമേ ഉണ്ടാകത്തുള്ളൂ. ഫ്രീ ട്രേഡ് എല്ലാവർക്കും നല്ല ഒരു കാര്യമാണ്. ബിക്കോസ് അവിടെ താമസിക്കുന്ന ജനങ്ങൾ, ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഫ്രീ ട്രേഡ് വരികയാണെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അത് നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ പീയൂഷ് ഗോയൽ സാറൊക്കെ അയച്ചുപിടിച്ച് പോയിട്ടുണ്ട് അവിടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ 2 ഇന്ത്യയുടെ മേളിൽ ടാരിഫ്സ് ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അത് നടത്തിയിരിക്കും. അന്നേരം പീയൂഷ് ഗോയലും സംഘവും കൂടെ ചേർന്നിട്ട് അവിടെ ചെന്നിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിച്ചു. പക്ഷേ ഉദ്യോഗസ്ഥർ സ്ട്രൈറ്റ് അവേ പീയൂഷ് ഗോയൽ സാറിനോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? ട്രംപ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു റെഡ്യൂസ് ദ ടാരിഫ് ടു 0 വി വിൽ ഓൾസോ ഡു ഇറ്റ്. നീ 0 ആക്ക്, ഞാൻ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ റെസിപ്രോക്കൽ ആണെന്നേ ഉള്ളൂ. നീ ഒരു 10% ഇടുകയാണെങ്കിൽ ഞാനും 10% ഇടാം, 20 ഇടുകയാണെങ്കിൽ 20 ഇടാം. അന്നേരം എന്തുവാ പറ്റുന്നതെന്നറിയാമോ? ഇന്ത്യയുടെ ചില ഈ കളിപ്പിക്കൽ ഇൻഡസ്ട്രീസ് ഉണ്ട്. കളിപ്പിക്കൽ ഇൻഡസ്ട്രീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ഒന്നും കൊടുക്കാതിരിക്കുന്ന കുറേ ഇൻഡസ്ട്രീസ് ഉണ്ട്. അവരെ സംരക്ഷിക്കണമെന്ന് ഗവൺമെൻറ്റിന് എന്താ ഇത്ര ശാഠ്യം പിടിക്കാൻ? നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ഇന്ത്യൻസിന് തരാത്ത ഇൻഡസ്ട്രീസിന് വെളിയിൽ നിന്നുള്ള കോമ്പറ്റീഷൻ വരുമ്പം അവർ തന്നെ സ്കെയിലപ്പ് ആകണം. സ്കെയിലപ്പ് ആയില്ലെങ്കിൽ ലെറ്റ് ദം ഗോ ഔട്ട് ഓഫ് മാർക്കറ്റ്. എന്തിനാണ് നമ്മൾ അവരുമായിട്ട് വലിയ ചങ്ങാത്തത്തിന് പോകേണ്ടത്? നമ്മളെ ഇന്ത്യയിൽ നമുക്ക് ലോ ക്വാളിറ്റി പ്രൊഡക്ട്സ് തരുന്ന ഏത് കമ്പനിയാണെങ്കിലും ലെറ്റ് ദം ഗോ ഔട്ട് ഓഫ് മാർക്കറ്റ്. ഇപ്പം 0 ടാരിഫ് ആക്കി വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് വരുന്ന സാധനങ്ങൾ നല്ല ക്വാളിറ്റിയുടെ ആണെങ്കിൽ നമ്മൾ മേടിക്കാതിരിക്കുമോ? മേടിക്കും. ഇപ്പം അത് ഇന്ത്യൻ പ്രൊഡക്ട്സ്, ഇന്ത്യൻ നിർമ്മിതമാണെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ആദ്യമൊക്കെ ഒന്ന് കൊടി പിടിച്ച് നടക്കുമായിരിക്കും. പക്ഷേ അറ്റ് ദ എൻഡ് നമുക്ക് എല്ലാവർക്കും നല്ല ക്വാളിറ്റി സാധനം വേണമെന്നല്ലേ നമുക്ക് ചിന്ത. അന്നേരം ഈ 0 ടാരിഫ് ഇന്ത്യയിലും 0 ടാരിഫ് അമേരിക്കയിലും ആക്കി വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിൽ നിന്നുള്ള ചില നല്ല സാധനങ്ങൾ ഇന്ത്യയിൽ വരും. അത് നമുക്ക് വലിയ വിലക്കുറവൊക്കെ കാണത്തില്ലായിരിക്കും. പക്ഷേ ഒരുവിധം സ്റ്റാൻഡേർഡ് വിലയുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മേടിച്ചെന്നിരിക്കും. അതേസമയം നമ്മളെ കുറേ നാൾ കളിപ്പിച്ച് ഈ പുവർ ക്വാളിറ്റി സാധനം തന്ന് പറ്റിച്ചുകൊണ്ടിരുന്ന കമ്പനിയില്ലേ, ലെറ്റ് ദം ഗോ ഔട്ട് ഓഫ് ബിസിനസ്. അങ്ങനെയല്ലേ ഞാൻ ചിന്തിക്കേണ്ടത്? നിങ്ങളെങ്ങനെ ചിന്തിക്കുന്നു? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി വീണ്ടും കണ്ടുമുട്ടുന്നിടം വരെ നമസ്കാരം.